പറഞ്ഞിട്ട് അടുത്ത പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പറഞ്ഞത് ഇതിനകത്ത് 2 ലിറ്റർ പെട്രോൾ ഉണ്ട്, അടുത്തുള്ള പമ്പിൽ കയറി പെട്രോൾ അടിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, 2 ലിറ്റർ ഉണ്ട്. ഇതിന്റെ മൈലേജ് വെച്ചിട്ട് എങ്ങനെ പോയാലും ഒരു മിനിമം 50 കിലോമീറ്റർ എങ്കിലും ഓടേണ്ടതാണ്, മിനിമം, ഏറ്റവും മിനിമം. അപ്പോ ഞാൻ ആ സർവീസ് സെന്ററിൽ നിന്ന് വണ്ടി എടുത്ത് ഏകദേശം ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞ് അടുത്ത ജംഗ്ഷൻ എത്തി, കറക്റ്റ് ജംഗ്ഷൻ എത്തി. ജംഗ്ഷനിൽ നിന്ന് മെയിൻ റോഡിലോട്ട് എടുത്ത് വച്ചപ്പോഴത്തേക്കും വണ്ടി ഓഫായി. പെട്രോൾ തീർന്നു. ഈ 5 കിലോമീറ്റർ ഓടാനായിട്ട് 2 ലിറ്റർ പെട്രോളിന്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ അവിടെ നിന്ന് പിന്നെ നടന്നു പോയി പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടാണ് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നത്. ബ്രോ ഈ വണ്ടി എടുത്തിട്ട് എത്ര നാളായി? എടുത്തത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ്. അപ്പം ഒരു 8 മാസമായി. എത്ര കിലോമീറ്റർ ആയി? 14 സംതിങ്. അപ്പൊ ഇത്രയും ഓടിച്ചത് ബ്രോ എന്തൊക്കെയാണ് ഇതിന്റെ ഒരു പോസിറ്റീവ് വശം, അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് വശം എന്തൊക്കെയാണ്? പോസിറ്റീവ് എന്ന് പറയാനായിട്ട് ആദ്യം തന്നെ ഇത് ഇരിക്കുന്നതിന്റെ പോസ്റ്റർ തന്നെ അപ്രൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരു ബാക്ക് പെയിൻ കാര്യങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. അതേപോലെ ഈ വൈസർ കാര്യങ്ങളൊക്കെ പറഞ്ഞതിനെ കൊണ്ട് തന്നെ ഒട്ടും വിൻ ബ്ലാസ്റ്റ് അടിക്കത്തില്ല, നമ്മളെ നെഞ്ച് കുറവാണ്. ആ ഒരു ക്ഷീണം നമുക്കില്ലാതെ. പിന്നെ എന്റെ ഹാൻഡിലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതൽ സ്ട്രെയിൻ കൊടുക്കണ്ട, വണ്ടിക്ക് വെയിറ്റ് കുറവാണ്, നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ എഫർട്ട്ലെസ് ആയിട്ട് നമുക്കിത് കൊണ്ടുപോവാം. ട്രാഫിക്കിന്റെ ഇടയിലും നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം വലുതായിട്ട് തോന്നുമെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രാഫിക്കിൽ ഓട്ടിക്കാൻ ബെസ്റ്റ് ആണ്, പക്കയാണ്, ഫ്ലിക്കബിൾ ആണല്ലേ, ഭയങ്കരമായിട്ട് പക്കയാണ്. ഓക്കെ, പിന്നെ ബ്രോ ഈ ഒരു സീറ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സീറ്റ് കുറച്ച് കട്ടിയാണ്, അത് ഒന്ന് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട്. ഓക്കെ, പക്ഷെ ഒറ്റ സ്ട്രെച്ചിൽ ഞാൻ ഒരു 200 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിൽ ഓട്ടിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, ഈ ഒരു പില്ലിയൻ സീറ്റ് ആണെങ്കിലോ? പില്ലിയൻ സീറ്റും അത്യാവശ്യം കുഴപ്പമില്ല, അതും മാറ്റണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹാർഡാണ് സീറ്റ്, ഹാർഡ് മെറ്റീരിയൽ ആണല്ലേ ബ്രോ. പിന്നെ ഇതിന്റെ നെഗറ്റീവ് വശമായിട്ട് ബ്രോക്ക് എന്തൊക്കെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്? നെഗറ്റീവായിട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് എടുത്തപ്പോ തൊട്ട് ഇതിന്റെ ഹെഡിൽ നിന്ന് ചെറിയൊരു കിലുക്കം കണക്കത്തെ ശബ്ദം ഉണ്ടായിരുന്നു. അവിടെ ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ വണ്ടിക്ക് ജന്മനാ ഉള്ള ശബ്ദമാണെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഒരു ദിവസം ഫുള്ള് ഇത് ഓട്ടിച്ചിട്ട് വൈകിട്ട് കൊണ്ടുവയ്ക്കാൻ നല്ല ഹീറ്റ് ആയിരിക്കുന്ന സമയത്ത് ഇത് ഭയങ്കരമായിട്ട് നല്ല കില്ലിങ്ങുന്നുണ്ട്. എഞ്ചിന്റെ ശബ്ദത്തിനേക്കാളും നല്ല ശബ്ദം ഉണ്ടായിരുന്നു. അങ്ങനെ അത് എന്തോ വാൽവ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് മാറ്റി. ഇപ്പോഴത് മാറി, എന്നാലും പൂർണ്ണമായിട്ട് മാറ്റിയിട്ടില്ല, ഉണ്ട്, ചെറുതായിട്ടേ ഉള്ളൂ, കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷെ പിന്നെ ഉള്ള നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നെഗറ്റീവായിട്ട് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. എടുത്ത സമയത്തിന്റെ 2 സസ്പെൻഷൻ നല്ല സ്ലിപ്പായിരുന്നു. പക്ഷെ അതുകൊണ്ടുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർണർ ചെയ്യാൻ വണ്ടി തന്നെ പറയും, എന്നെ അങ്ങ് കിടത്തിക്കോ എന്ന് പറയുന്ന രീതിക്കുള്ള കോർണർ ചെയ്യാൻ പറ്റുമോ. പക്ഷെ ചെറിയൊരു കട്ടറിൽ ഇറങ്ങുമ്പോഴത്തേക്ക് തന്നെ നല്ല കുലുക്കം നമുക്ക് ബോഡിയിൽ കിട്ടും. അതുകൊണ്ട് ഇതിന്റെ ബാക്കിലെ സസ്പെൻഷൻ ഏറ്റവും മാക്സിമം സോഫ്റ്റ് ആക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റ് ചെയ്ത് സോഫ്റ്റ് ആക്കിയിട്ടുണ്ട്. ഫ്രണ്ടിലും ചെറിയൊരു പണി ചെയ്ത് അത്യാവശ്യം സോഫ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം കുഴപ്പമില്ല, അത്യാവശ്യം കട്ടറിലോട്ടിക്കാം. എന്നാൽ കോർണർ ചെയ്യാനടുത്ത് ഭയങ്കരമായിട്ട് ശരീരത്തില്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കോർണർ ചെയ്യാൻ കോർണർ ചെയ്ത് പോവാം, ക്ലിക്ക് ചെയ്ത് പോവാൻ.